ഹലോ അസ്സലാമു അലൈക്കും. ബേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 11 മണിക്ക് ബേക്കിംഗ് മാത്രമായിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബേക്കിംഗ് ടിന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഇവിടെ ബ്രെഡ് ലോഫിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തത്. ഇതിലേക്ക് ബട്ടർ തടവിയിട്ട് അതിനകത്ത് ബട്ടർ പേപ്പറും കൂടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നാണ്. ഇതുപോലുള്ള ബേക്കിംഗ് ടിൻ ഇല്ലെങ്കിൽ റൗണ്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ മിക്സാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തത്. 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കറക്റ്റ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പാല്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു ബട്ടർ മെൽറ്റാവാൻ വേണ്ടിയിട്ട് മാത്രം. രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചൂടാക്കി എടുത്ത് വരാം. അപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ നല്ലോണം മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ സമയം നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റാക്കാൻ വെക്കണം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റാക്കാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റാക്കി എടുക്കണം. 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ബൗളിലായെങ്കിലും എഗ് ബീറ്ററിലായെങ്കിലും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു 1-2 മിനിറ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കണം. എന്നിട്ട് ഈ 1 കപ്പ് ഷുഗർ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം 1-2 മിനിറ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കാം. ഞാനിത് 2 മിനിറ്റ് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഷുഗർ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റാക്കി എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രാനുൾസ് ഷുഗറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഗ്രാനുൾസ് ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ ഷുഗറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് ഷുഗർ എടുക്കുക. അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റാക്കി എടുത്താൽ മതി. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രാനുൾസ് ഷുഗർ അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്ത ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ഷുഗർ ഫുള്ളും ചേർത്ത് കൊടുത്ത് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദാക്കൂട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട. അതുപോലെ തന്നെ ബട്ടർ മിക്സ് ചെയ്ത മിൽക്ക് അതും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മൈദാക്കൂട്ട് അതുപോലെ ബട്ടർ ചേർത്ത മിൽക്ക് ഇത് രണ്ടും കൂടെ കുറേശ്ശെ ചേർത്ത് ഫോൾഡാക്കി എടുക്കുക. സാവധാനം ഫോൾഡാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡൗട്ടുള്ളവർ അതിൽ പോയി കാണാം. ഇതിപ്പോൾ നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കുക. ബട്ടർ എസൻസ് ഇല്ലെങ്കിൽ വനില എസൻസ് ആയാലും മതി. എന്നിട്ട് ഇത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് ലോഫിലോട്ട് ആക്കി കൊടുക്കുക. ഇതുപോലുള്ള ബ്രെഡ് ലോഫ് ഇല്ലെങ്കിൽ നോർമൽ ബേക്കിംഗ് ടിന്നായാലും മതി. റൗണ്ട് ഓർ സ്ക്വയർ ബേക്കിംഗ് ടിന്നായാലും മതി. പിന്നെ ഫുൾ ഒഴിച്ച് കൊടുക്കേണ്ട. പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം ബാറ്ററാക്കി കൊടുത്താൽ മതി. പിന്നെ ബാലൻസ് ഉള്ള ബാറ്റർ ഞാൻ ചെറിയൊരു ബ്രെഡ് ലോഫിലോട്ട് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രീ ഹീറ്റാക്കി വെച്ച ഓവനിലോട്ട് ഇത് വെച്ച് കൊടുക്കുക.
പിന്നെ ബേക്കിംഗ് സമയം നമുക്കെപ്പോഴും കറക്റ്റ് പറയാൻ കഴിയില്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് ടിന്നിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൽ സമയം മാറ്റം വരും. ഞാനിവിടെ ഒരു 170 ഡിഗ്രിയിൽ 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ബ്രെഡ് ലോഫിൽ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഒരു 30 മിനിറ്റ്സിൽ. ഇത് നമുക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് ഇട്ട് കുത്തി നോക്കുമ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിപ്പോൾ ബേക്കായിട്ടുണ്ട്, ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തണുത്തതിന് ശേഷം ഡിമോൾഡാക്കി എടുക്കാം. സൈഡൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിമോൾഡാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ ബട്ടർ പേപ്പർ മാറ്റിയ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.